രവിയേട്ടാ, എന്തൊക്കെയാണ് കൊറേയല്ലോ വിളിച്ചിട്ട്? കൊഴപ്പില്ല, സുഖമായിട്ടിരിക്കണ്. ഓതാ കോളേജിൽ പോകാൻ ഇറങ്ങണ്. ബികോം ഫൈനൽ ഇയർ ആണ്. അതൊക്കെ ഉഷാറാണ്. അവൻ ബാറ്റ്സ്മാൻ ആണ്. കുറച്ച് ദിവസമായിട്ട് ഒരു ഉഴപ്പുണ്ട് അവന്. കോളേജ് ടീമിന്റെ ക്യാപ്റ്റൻ ആണ്, ജില്ലാ ടീമിലുണ്ട്. പിന്നെ അതാ സ്റ്റേറ്റിന്റെ സെലക്ഷൻ ട്രയൽസ് വരലുണ്ട്. അടുത്ത മാസാണ്. ഓൻ കേറി പോയിരിക്കും. എല്ലാരും അനുഗ്രഹം വേണം. പിന്നെ ഓള് പോയതിന്റെ ശേഷം ഓനെ അച്ഛനും അമ്മയും ഒക്കെ ഞാൻ തന്നെ അല്ലേ. ആയിക്കോട്ടെ, ഞാൻ അങ്ങോട്ട് വിളിക്കാം എന്നാല് കേട്ടോ. ഓൻ കോളേജിലേക്ക് ഇറങ്ങി കഴിഞ്ഞാല് ഞാൻ അങ്ങോട്ട് വിളിക്കാം. ശരി. മോനെ ദോശ അയക്കണേ. അച്ഛനാ 2 ഷർട്ട് ഒന്ന് അലക്കട്ടെ. മോനെ എന്താ ഭക്ഷണം വേണ്ടടാ മോനെ? എടാ ചെക്കന് തെറ്റി 2-3 ദിവസമായാലും കാണുന്നത്. ഞാനൊരു കാര്യം പറയാൻ വേണ്ടിട്ടാ വന്നത്. അതായത് നമ്മളെ ജേഷന് ഞാൻ ക്ലബിന്റെ പരിസരത്ത് വെച്ച് കാണുന്നത്. അപ്പൊ 2-3 പ്രാവശ്യം കാണും. ഒരു പെൺകുട്ടിയോട് വളരെ മോശമായിട്ടാണ് സംസാരിക്കുന്നത്. അപ്പോ നിങ്ങളൊന്നും അവനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക പറയാൻ വേണ്ടിട്ടാണ് പോട്ടെ സാറാ, ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. എന്താണ്ടാ 3-4 മാസമായല്ലോ ഇവളെ വൈത്താലം നടക്കാൻ തുടങ്ങിയിട്ട്. എനിക്ക് തോന്നുന്നു അവളെ വേറെ ആരെങ്കിലും കൊണ്ടുപോകുന്നു. ഇന്നടല്ല, നാളെ അവള് എന്നോട് ഓക്കെ പറഞ്ഞിട്ടില്ലെങ്കിൽ എന്താ ചെയ്യണ്ട എനിക്കറിയാം. മോനെ എന്താ അച്ഛാ? മോനെ, ഈ ലോകം നമ്മളത് മാത്രല്ലടാ, ഈ ലോകം എല്ലാവർക്കും കൂടി ഉള്ളതാണ്. എല്ലാ മാതാപിതാക്കൾക്കും സ്വപ്നങ്ങൾ ഉണ്ടാവില്ലേ അവരെ മക്കളെ ചൊല്ലിയിട്ട്? ഈ അച്ഛന് മോനെ ചൊല്ലിയുള്ള അതേ സ്വപ്നങ്ങളല്ലേ എല്ലാ മാതാപിതാക്കൾക്കുള്ളത്. അച്ഛൻ്റെ ഇഷ്ടം മോൻ്റെ അടുത്ത് അടിച്ചേൽപ്പിച്ചാൽ മോനത് ഉൾക്കൊള്ളാൻ പറ്റുമോ? അതുപോലെ തന്നെയാണ് എല്ലാവരും. പിന്നെ ചിലതൊന്നും നമ്മൾ പിന്നാലെ അങ്ങോട്ട് പോകരുതടാ. ചിലതൊക്കെ നമ്മൾ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന നേട്ടങ്ങൾ അങ്ങനെ നമ്മളടുത്തേക്ക് വരണം. അതിനെൻ്റെ കുട്ടിക്ക് പറ്റടാ, എൻ്റെ മോൻ അതിന് പറ്റും. അങ്ങനത്തെ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. കരണ്ടടാ.
കരയണ്ട മോനെ, എന്റെ കുട്ടീന്റെ മനസ്സ് തെളിഞ്ഞല്ലോ. കരയണ്ടട്ടാ, എന്റെ കുട്ടീന്റെ മനസ്സ് തെളിഞ്ഞല്ലോ. അത് മതി, കരയണ്ട, കരയണ്ട എന്റെ കുട്ടിട്ടാ. പോയിക്കോളി, ക്ലാസ്സിൽ പോയിക്കോളി. പോയിട്ട് വാ.